എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഫാനാണ്. അതായത് ഫാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചൂടുകാലമാണ്. അപ്പോൾ സീലിംഗ് ഫാൻ ഉണ്ട്, ടേബിൾ ഫാൻ ഉണ്ട്, വാൾ ഫാൻ ഉണ്ട്, പെഡസ്റ്റൽ ഫാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഫാനാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതെന്നും അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും നോക്കാം. നമുക്ക് എത്ര വാട്ട്സ് എടുക്കുന്നുണ്ട്, കാറ്റ് എത്ര കിട്ടുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫാനും മേടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. കൂടാതെ നമുക്ക് ബജാജിൻ്റെ വിപണിയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മോഡൽ ഫാനുകളും ഇവിടെ ഡിസ്പ്ലേയിലുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ഇഷ്ടമുള്ള മോഡൽ മേടിക്കാം. അപ്പോൾ കുറഞ്ഞ മോഡലുകളും കാര്യങ്ങളൊക്കെ മേടിക്കുമ്പോൾ പറ്റുന്ന വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മൾ ഫാന് ഫിറ്റ് ചെയ്യേണ്ട റൂമിൽ നമുക്ക് എത്ര സ്പേസ് ഉണ്ട്, അതിനനുസരിച്ച് നമുക്ക് വലിപ്പത്തിൽ അനുസരിച്ചുള്ള ഫാന് നമുക്ക് സീലിംഗ് ഫാനൊക്കെ ആണെങ്കിൽ നമുക്ക് മേടിക്കാവുന്നതാണ്. പിന്നെ റൂമിൻ്റെ കളറിനനുസരിച്ചുള്ള ഡിസൈനുള്ള കളർ നമുക്ക് വേണമെങ്കിൽ ഫാൻ മേടിക്കാൻ നമുക്ക് സെലക്ട് ചെയ്യാം. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വിലയിലാണ്. വിലയിൽ നമ്മൾ വ്യത്യാസം വരുമ്പോൾ നമ്മൾ ഏറ്റവും വില കുറഞ്ഞ ഫാനൊക്കെ ആയിരിക്കും നമ്മൾ മേടിക്കുക. അപ്പോൾ ഡിസൈനൊന്നും വേണ്ട, നമുക്ക് ഏറ്റവും വില കുറഞ്ഞ ഫാൻ മതി എന്നൊക്കെ പറയുമ്പോൾ നമുക്കതിൽ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ RPM അല്പം കുറവായിരിക്കും, പിന്നെ CMM അത് കാറ്റ് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യത്യാസം അങ്ങനെ വില കുറഞ്ഞ ഫാനിലൊക്കെ അങ്ങനെ വ്യത്യാസം വരുന്നുണ്ട്. കൂടാതെ നമ്മളൊരു 2000 രൂപ റേഞ്ചിലൊക്കെ വരുന്ന ഫാനിലൊക്കെ നമ്മൾ ബജാജിൻ്റെ തന്നെ ഒരുപാട് മോഡൽ പുതിയതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ മോഡലിലൊക്കെ ആണെങ്കിലും നമ്മൾ നോക്കുമ്പോൾ നല്ല കാറ്റ് ഏറ്റവും കൂടുതൽ മാക്സിമം ഫ്ലോ കിട്ടുന്ന രീതിയിലുള്ള ലീഫും കാര്യങ്ങളൊക്കെയാണ് അതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ അലുമിനിയം ലീഫാണ്. അപ്പോൾ ലീഫിൻ്റെ വെൻറ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ് നമ്മുടെ കാറ്റ് ഫ്ലോയൊക്കെ കറക്റ്റ് കിട്ടുന്നുള്ളത്. അത് മോട്ടറിൻ്റെ കപ്പാസിറ്റി മാക്സിമം കോപ്പറിൻ്റെ വൈൻഡിങ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് ഫാനിൻ്റെ സ്പീഡും കൂടാതെ കാറ്റും കാര്യങ്ങളൊക്കെ നമുക്കതിൽ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ RPM എത്ര കൂടിയിട്ടും കാര്യമില്ല, കാറ്റ് കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലീഫിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയാൽ മാത്രമാണ് മാക്സിമം നമുക്ക് കാറ്റൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ സീലിംഗ് ഫാനിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ബജാജിൻ്റെ ഏറ്റവും കുറഞ്ഞ മോഡൽ റീചാർജബിൾ ഫാനുകളൊക്കെയാണ്. കൂടാതെ നമുക്ക് റീചാർജ് ചെയ്യാനും എമർജൻസി ഇതിൽ വരുന്നുണ്ട്. കൂടാതെ നമുക്ക് എക്സോസ് ഫാനിലാണെങ്കിൽ നമുക്ക് മോഷൻ സെൻസറൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ നമ്മൾ റൂമിലേക്ക് കയറുന്ന സമയത്തൊക്കെ സെൻസർ ഓൺ ആകുകയും അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആകുകയും ചെയ്യുന്നതാണ്. കൂടാതെ ഒരുപാട് മോഡൽ എക്സോസ് ഫാനുകളൊക്കെ ബജാജിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ടേബിൾ ഫാനും വാൾ ഫാനൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ടേബിൾ ഫാനാകുമ്പോൾ നമുക്ക് 2-3 കളർ വേരിയൻറ്റിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പെഡസ്റ്റൽ ഫാനിലാണെങ്കിൽ ഒരു കണ്ടംപററി മോഡലിലുള്ള ഫാനുകളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. കൂടാതെ ലീഫിൻ്റെ കാര്യങ്ങളിൽ 5 ലീഫുള്ളത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് സൗണ്ട് സ്പീഡ് കാര്യങ്ങളൊക്കെ കൂടുതൽ 5 ലീഫിലേക്ക് കിട്ടുന്നതാണ്. അപ്പോൾ സൗണ്ട് അല്പം കൂടുമെങ്കിലും കാറ്റ് കൂടുതൽ കിട്ടുന്നുണ്ട്. പിന്നെ 3 ലീഫുള്ളതാകുമ്പോൾ നമുക്ക് വളരെ സൈലൻറ്റ് ഫാനായിരിക്കും. കൂടാതെ ഗ്ലാസ് ടൈപ്പ് ലീഫുള്ളതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ആകുമ്പോൾ സൗണ്ട് വളരെ കുറവായിരിക്കും, നല്ല വ്യത്യസ്തമായുള്ള കാറ്റായിരിക്കും നമുക്ക് അതിൽ നിന്ന് കിട്ടുക. കൂടാതെ നമുക്ക് 2020 പുതിയ മോഡലായിട്ടുള്ള ബജാജിൻ്റെ 4 സീലിംഗ് ഫാൻ ഇവിടെ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് നോക്കാം. കൂടാതെ നമുക്ക് വാൾ ഫാനും നമ്മുടെ ടേബിൾ ഫാനും കൂടി നമുക്കിവിടെ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 4 മോഡൽ ഫാൻ ഇതാണ് വരുന്നത്. അപ്പോൾ മാക്സിമം എയർ ഫ്ലോ ആണ് നമുക്കിതിൽ കിട്ടുന്നത്. അത് നമുക്ക് ഏരിയ കൂടുതൽ കിട്ടുന്ന മോഡലാണ് കമ്പനി പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫാനിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മാക്സിമം ഇതിൽ കാറ്റ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. കൂടാതെ RPM കൂടുതലുണ്ട്. പിന്നെ നമുക്കൊരു വ്യത്യാസം വരുന്നത് നമ്മുടെ കോപ്പർ വൈൻഡിങ് ആണ് വരുന്നത്, പ്യുവർ കോപ്പർ വൈൻഡിങ് ആണ്. അപ്പോൾ അതിൽ വൈൻഡിങ് മറ്റുള്ള ഫാനുകളൊക്കെ അപേക്ഷിച്ച് ഈ മോഡൽ ഫാനുകളിലൊക്കെ നല്ലോണം കൂടുതലാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫ്ലോയും കാര്യങ്ങളൊക്കെ നമുക്ക് എയറിൽ കിട്ടുന്നുണ്ട്. എയർ ഫ്ലോ നമുക്ക് നല്ലോണം കിട്ടുന്നതാണ്. അപ്പോൾ ഈ പുതിയ മോഡൽ ഫാനിൻ്റെയൊക്കെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നോക്കിയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ നോക്കാം. അപ്പോൾ ഫാനിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളും സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ മെസ്സേജിലൂടെ മറുപടി തരുന്നതാണ്. പിന്നെ പുതിയതായിട്ട് ലോഞ്ച് ആയിട്ടുള്ളത് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ബജാജിൻ്റെ ടേബിൾ ഫാനാണ്. നമുക്ക് 5 ലീഫാണ് വരുന്നത്. കൂടാതെ അതേ സെയിം മോഡലിൽ തന്നെ നമുക്ക് വാൾ ഫാനും നമുക്ക് അവൈലബിൾ. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ബജാജിൻ്റെ ഒരു അടിപൊളിയായിട്ടുള്ള പെഡസ്റ്റൽ ഫാനാണ്. അത് ഇപ്പോൾ സ്റ്റാൻഡ് ഫാനാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സൈലൻ്റാണ്, വളരെ സൈലൻ്റ് ആയിട്ടുള്ള മോട്ടറാണ് ഇതിൽ വന്നിട്ടുള്ളത്. കൂടാതെ ലീഫും കാര്യങ്ങളൊക്കെ വളരെ വ്യത്യാസമുണ്ട്. ഇവിടെ നമുക്കിൻ്റെ ടൈമിങ് കാര്യങ്ങളൊക്കെ, അതായത് ടൈമറൊക്കെ വന്നിട്ട് നമുക്ക് മാക്സിമം 24 hours വരെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. സാധാരണ നമുക്ക് വരുന്ന ഫാനുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് 3 hour 4 hour അങ്ങനെ 6 hour 8 hour വരെയൊക്കെ മാക്സിമം കിട്ടാറുള്ളൂ. അപ്പോൾ ഇതിലാകുമ്പോൾ നമുക്ക് 24 hours വരെ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. കൂടാതെ നമുക്ക് ഇതിൻ്റെ ലീഫും കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ ലീഫ് വന്നിട്ട് നമുക്ക് നോക്കുമ്പോൾ കാണാം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലീഫാണ് വന്നിട്ടുള്ളത്.
അപ്പോൾ കമ്പനി ഇതിൻ്റെ ലീഫ് കൊടുത്തിട്ടുള്ളത് 18 ലീഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫ്ലോ വരുന്നത് നമുക്ക് 2 ലെയറായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. ഒന്ന് സെൻറ്ററിൽ ഫോക്കസ് ചെയ്തിട്ടും ഒന്ന് നമുക്ക് സൈഡിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടും നമുക്ക് ഇതിൽ എയർ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ മാക്സിമം സൈഡിലേക്ക് നമുക്ക് മാക്സിമം ഫ്ലോ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. കാറ്റൊക്കെ നമുക്ക് നല്ലോണം കിട്ടും. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. പിന്നെ ഗ്ലാസ് ടൈപ്പ് ലീഫാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ അലൈൻമെൻറ്റുള്ള ടൈപ്പ് ഗ്ലാസ് ടൈപ്പ് ലീഫ് ആയതുകൊണ്ട് ഇതിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ സൈലൻ്റാണ്. നമ്മൾ എയർ ഫ്ലോയിൻ്റെ അല്പം സൗണ്ട് മാത്രമേ നമുക്കിതിൽ കിട്ടുന്നുള്ളൂ. അപ്പോൾ വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു ഫാനാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളും നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ പേൾ വൈറ്റിലാണെന്നുണ്ട്. നല്ല പ്യുവർ കളറാണ്, നല്ല ഫിനിഷിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് നമുക്കിതിൻ്റെ പവർ ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട്. കൂടാതെ നമുക്കിവിടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതുണ്ട്. ഓസിലേഷൻ്റെ സ്വിച്ചും വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം സ്വിച്ചാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത്. കൂടാതെ നമുക്ക് റിമോട്ട് ഫങ്ഷൻ ഉണ്ട്. പിന്നീട് നമുക്ക് ഇതിൽ നോക്കുമ്പോൾ കാണുന്നത് അതിൻ്റെ സ്പീഡാണ്. ഫാനിൻ്റെ സ്പീഡ് നമുക്ക് മാക്സിമം നമുക്ക് 26 സ്പീഡ് വരെ നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ സാധാരണ നമുക്ക് ഫാനുകളിലൊക്കെ വരുന്നത് മാക്സിമം വന്നിട്ട് 3 സ്പീഡ് 4 സ്പീഡ് 5 സ്പീഡ് വരെയൊക്കെ മാക്സിമം വരാറുള്ളൂ. ഇതിലിപ്പോൾ 26 സ്പീഡ് വരെ നമുക്ക് ഇതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് വരുന്നത്. അപ്പോൾ നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ള വർക്കിംഗ് ആണ്. നമുക്കിപ്പോൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം, നമുക്ക് തീരെ സൗണ്ട് നമുക്ക് ഇതിൽ നിന്ന് കേൾക്കുന്നില്ല. ആ ഒരു എയർ ഫ്ലോയിൻ്റെ സൗണ്ട് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ ഒരു ഫാൻ വർക്ക് ചെയ്യുന്ന പോലത്തെ ഒരു സൗണ്ടാണ് നമുക്കിതിൽ നിന്ന് വരുന്നത്. വളരെ സ്മൂത്തായിട്ടുള്ള സൗണ്ടാണ് വരുന്നത്. അപ്പോൾ നല്ലൊരു കിഡിലൻ ഫാൻ തന്നെയാണിത്. അപ്പോൾ വിലയിൽ അല്പം കൂടുതലുണ്ടെങ്കിലും നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഫാൻ തന്നെയാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ നോക്കിയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഫാനും കാര്യങ്ങളൊക്കെ മേടിക്കുമ്പോൾ നമുക്കതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് മേടിക്കുക. കൂടെ നമുക്ക് ഇൻഡക്ഷൻ മോട്ടർ, അതായത് നമുക്ക് വരുന്നത് ഇൻവേർട്ടർ ടൈപ്പ് ഫാനൊക്കെ വരുന്നുണ്ട്. അതായത് നമുക്ക് ഇപ്പോൾ വരുന്ന ഫാനുകളൊക്കെ നമുക്ക് സീലിംഗ് ഫാനൊക്കെ ആണെങ്കിൽ 60 വാട്ട്സ് 80 വാട്ട്സ് വരെയൊക്കെയാണ് നമുക്ക് ലോഡ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻവേർട്ടർ ടൈപ്പ് ആയിട്ടുള്ള, അതായത് SMPS പവർ സപ്ലൈ വെച്ചിട്ട് ഓസിലേഷൻ നടത്തിയിട്ടാണ് ആ മോഡൽ ഫാനിലൊക്കെ വർക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരം സീലിംഗ് ഫാനുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൽ സ്പീഡ് കുറച്ച് വയ്ക്കുമ്പോൾ നമുക്ക് 20 വാട്ട്സ് 23 വാട്ട്സിലേക്കാണ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ മാക്സിമം സ്പീഡിലൊക്കെ നമുക്ക് വയ്ക്കുമ്പോൾ 35 വാട്ട്സ് മാക്സിമം 40 വാട്ട്സിൻ്റെയൊക്കെ താഴെ വരെയാണ് നമുക്കിതിൻ്റെ പവർ എടുക്കുകയുള്ളൂ. അപ്പോൾ ഫാനുകളും കാര്യങ്ങളൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കറക്റ്റ് നോക്കിയിട്ട് തന്നെ മേടിക്കുക. എന്നാലേ നമുക്ക് കൂടുതൽ പവർ സേവ് ചെയ്യാനും കൂടുതൽ കാറ്റൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓളും സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിലാണ് ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. പുതിയൊരു കിഡിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.